6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇവർ ഈ തീവ്രവാദികളെ ഉണ്ടാക്കിയെടുക്കുന്നത്, ജിഹാദികളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഗ്ലോബൽ ജിഹാദിന് വേണ്ടി ജിഹാദികളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ചെയ്യുന്നത് മതം ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് മതം ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇവർക്ക് ചെറുതായിട്ടുള്ള മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുന്നു. അതിനുശേഷം ഗൊറില്ല വാറിൽ ട്രെയിനിങ് കൊടുക്കുന്നു. അതിനുശേഷം ഇവർക്ക് എക്സ്പ്ലോസീവുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. അതിനുശേഷം ഇവർക്ക് ഈ ഷോൾഡറിൽ വെച്ച് ആയുധങ്ങൾ, അത് ഇപ്പം മിസൈലുകളെല്ലാം തൊടുക്കാനുള്ള അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു. അതിനുശേഷം ടാങ്ക് അടക്കമുള്ള വലിയ ഹെവി വെഹിക്കിൾ അങ്ങനത്തെ അതിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഇങ്ങനെ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്രെയിനിങ്. ഇതേ സമയം പാരലായിട്ട് മതപരമായ ട്രെയിനിങ് കൂടെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തീവ്രവാദത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ കൃത്യമായിട്ട് ഈ മതത്തെയും കൂടി ആഡ് ചെയ്യുന്ന സാഹചര്യം. കാരണം അതുണ്ടെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ആ സാധനം ഉണ്ടെങ്കിലേ ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. അന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവരെ ഒന്ന് ചെറുതായിട്ട് ട്യൂൺ ചെയ്യും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ട്യൂൺ ചെയ്ത് വെക്കും. ഈ കാശ്മീരിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ട്യൂൺ ചെയ്ത് വെക്കും. ഇങ്ങനെ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചരിത്രപരമായി അതുപോലെ CIA ട്രെയിനിങ് കിട്ടിയ രീതിയിൽ, ആ രീതിയിൽ എന്ന് വെച്ചാൽ വളരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള തീവ്രവാദികളെ അച്ചടിച്ച് ഇറക്കാൻ പാകത്തിൽ അതുപോലെ പവർ ഹൗസാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്.